ട്രംപിൻ്റെ നില അതീവ ഗുരുതരമായിട്ട് തുടരുകയെന്നാണ് നമ്മൾ ന്യൂസ് എല്ലാം കണ്ടത്. ഇന്ന് രാവിലെ വാഷിങ്ടൺ DC അവരുടെ വൈറ്റ് ഹൗസിൽ അനൗൺസ് ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ന്യൂസുകളെല്ലാം ഫേക്കാണ്. 2024 ട്രംപിനെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്ത ആ വീഡിയോ ക്ലിപ്സുകളാണ് പ്രചരിക്കുന്നത്. അതുപോലെ തന്നെ പക്ഷേ ഇപ്പം ട്രംപ് ഇന്ന് ഈസ്റ്റർ ആഘോഷിക്കാൻ പോവുകയാണ് എന്നൊക്കെയാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇത് ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. അവർ അപ്ഡേറ്റ് ചെയ്തിട്ട് അധികം നേരം ആയിട്ടില്ല, ഒരു ഹാഫ് ആൻ അവർ ആയിട്ടേ ഉള്ളൂ. പിന്നെ ഇതുപോലുള്ള ഫേക്ക് ന്യൂസുകൾ ഇവിടെ പ്രചരിപ്പിക്കുന്നതിന് പ്രത്യേകിച്ച് കുറ്റമൊന്നുമില്ല. എന്ത് ന്യൂസ് ആർക്ക് വേണമെങ്കിലും ഇവിടെ പറഞ്ഞു വിടാവുന്നതാണ്. അതുകൊണ്ട് അങ്ങനെ പത്രസ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ സംഭവം ഉള്ളൊരു കൺട്രി ആയതുകൊണ്ട് ഇതിനെതിരെ പ്രത്യേകിച്ച് കേസൊന്നും എടുക്കാൻ ആരും പോകുന്നില്ല. ആർക്കും എന്ത് വേണമെങ്കിലും പറയാം. അതുപോലെ തന്നെ ഈ ട്രംപ് അധികാരത്തിൽ നിന്ന് എന്തെങ്കിലും പറ്റിപ്പോയി കഴിഞ്ഞാൽ അടുത്ത് വരുന്നത്, അതായത് എന്തെങ്കിലും അപകടം സംഭവിച്ച് മാറേണ്ടി വന്നു കഴിഞ്ഞാൽ അടുത്ത് വരുന്നത് വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആളായിരിക്കും. സെയിം പൊളിറ്റിക്കൽ പാർട്ടിയാണ്. ട്രംപിൻ്റെ കാട്ടിയും ഒന്നും പറയുന്നില്ല, അതിലും വലുതാണ് ഈ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ. അതുകൊണ്ട് ട്രംപിനൊന്നും സംഭവിക്കാതിരിക്കാനാണ് ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന. പക്ഷെ സോഫാർ ഹെൽത്തിനൊരു കുഴപ്പമില്ല. ഇതൊക്കെ കുറേയൊക്കെ ന്യൂസ് ഇവർ തന്നെ അടിച്ചിറക്കുന്നതായിരിക്കും. എന്നിട്ട് നാളെ വേറെ തിരിച്ച് പറയും. ഇപ്പം ഇന്ന് പറഞ്ഞത് നാളെ പറയില്ല, നാളെ പറയുന്നത് വേറെ പറയും. അത് യുദ്ധം നടക്കുമ്പം ചെയ്യുന്ന ഒരു നോർമലായിട്ടൊരു കാര്യമാണ്. എന്ന് വെച്ചാൽ ആൾക്കാരെ കൺഫ്യൂസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ആൾക്കാരെ ഡിസ്ട്രാക്ട് ചെയ്യുക, ഇതൊക്കെയാണ് മെയിനായിട്ടുള്ള പരിപാടി. അതുകൊണ്ട് ഇതുവരെ കേട്ട ന്യൂസ് എല്ലാം ഫേക്കാണ്. ഒരു കുഴപ്പമില്ലെന്നാണ് ഇപ്പം വൈറ്റ് ഹൗസിൽ നിന്ന് പറയുന്നത്. ഓക്കെ, ബൈ.